Good morning, Miss. Good morning. മിസ് ഗ്രൂപ്പില് 15-ാമത്തെയും 16-ാമത്തെയും ലെസൺ ഇട്ടിട്ടില്ലേ മിസ്? അത് മിസ് ലെസൺ എടുത്തില്ലായിരുന്നല്ലോ. 15-ാമത്തെ ഗുഡ് മോർണിംഗ് മിസ്. മിസ് ഗ്രൂപ്പിൽ ഇട്ടില്ലേ? 16-ാമത്തെ ലെസൺ മിസ് എടുത്തിട്ടില്ല. 15-ാമത്തെ ലെസൺ 15ഉം 16ഉം മിസ് ഗ്രൂപ്പിൽ ഇട്ടില്ലേ? ഓ 15, 16 ആണോ മിസ് അയച്ചിരുന്നത് അല്ലേ? 15-ാമത്തെ അല്ലേ ഇപ്പൊ അന്ന് അയച്ചിരുന്നത് അല്ലേ? 14 15-ന് എടുക്കണത്ര മോനെ. അതിന് എന്നിട്ട് എഴുതിയാൽ മതി. ഞാൻ 14 മിസ്സിന് അയച്ചു തന്നായിരുന്നു. 14 അല്ല 14-ത്തെ ലെസൺ. അത് 15-ാമത്തെ ലെസണിൻ്റെത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത് തീർത്തില്ലേ? ബീർബലിന്റെ അക്ബറിന്റെയും ലെസൺ. അക്ബർ ബീർബലിന്റെ ലെസൺ എടുത്തില്ലേ ഷോണെ? മിസ് ഫുൾ എടുത്തില്ലായിരുന്നല്ലോ. ബീർബലിന്റെ ലെസൺ എടുത്തായിരുന്നു. ഫുൾ എടുത്തില്ലല്ലോ. ഫുൾ എടുത്തില്ലേ കഴിഞ്ഞ ദിവസം? ഓർമ്മയില്ലേ? എന്നിട്ട് ഏറ്റവും അവസാനം വീണ്ടും വീണ്ടും പക്ഷികൾ ഇങ്ങനെ വരുന്നു പറക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ അവസാനം രാജാവ് പറയുന്നില്ലേ, നീ പോയിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നില്ലേ? അപ്പൊ ആ പാഠം കഴിഞ്ഞത് കൊണ്ടാണ് മിസ് അതിന്റെ വർക്ക് അയച്ചത്. മിസ് 16ഉം കൂടെ അയച്ചു തന്നായിരുന്നു. 16 അയച്ചിട്ടുണ്ടോ? 14ഉം 15ഉം 14ഉം 15ആണ് മിസ് അയച്ചത്. 14ഉം 15ഉം നമ്മൾ ലെസൺ കഴിഞ്ഞില്ലേ? അത് 14-ലെ വർക്ക് കഴിഞ്ഞ ക്ലാസ്സിന് മുന്നേ അത് അയക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് 14ഉം 15ഉം കൂടി നിങ്ങൾ എഴുതി തീർക്കാൻ വേണ്ടിയാണ് ഞാനത് അയച്ചത്. അതിലെ വർക്കുകൾ ഫുള്ള് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 55 പേജ് നമ്പർ 55 വരെ പറഞ്ഞു. ഓർമ്മയില്ലേ? സ്ത്രീലിംഗ ശബ്ദങ്ങളും പിന്നെ അതുപോലെ 1 മുതൽ 25 വരെ 25 വരെ നിങ്ങൾ പറഞ്ഞതെല്ലാം എണ്ണിപ്പിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ അതാണ് ഞാൻ ഇട്ടത്. അപ്പൊ 15 വരെ നിങ്ങളെ ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ഉണ്ടാവണം. ഇന്ന് നമുക്ക് 16-ാമത്തെ ലെസൺ ആണ് എടുക്കേണ്ടത് അല്ലേ? 16-ാമത്തെ ലെസൺ അതെ, പേജ് നമ്പർ 56. ദയാലു രാജകുമാറാണ് നമുക്ക് ഇന്ന് എടുക്കേണ്ടത്. ഇതുവരെ ഉള്ളതെല്ലാം എടുത്തു. നോട്ട് ഒന്നധികം, അത് ഒന്ന് ഞാൻ അയക്കാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് എഴുതി നിങ്ങൾക്ക് അയച്ചു തന്നത്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. 14ഉം 15ഉം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. നമുക്ക് ഇനി എടുക്കേണ്ടത് ദി കൈൻഡ് പ്രിൻസ്, ദയാലു രാജകുമാർ. ഒരു ദയാലുവായ പാവം രാജകുമാരനെ കുറിച്ചൊരു കഥയാണ് പറയാനുള്ളത്. നമുക്ക് എടുക്കാൻ തോന്നല്ലേ? ബാക്കിയുള്ളവരെ കാണില്ലല്ലോ. എക്സാം പറഞ്ഞില്ലായിരുന്നു ഇന്ന് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ. എപ്പോഴാണ് മാത്സിന്റെ മിസ്സിന് ഒരു പീരീഡ് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പീരീഡ് മാത്സ് എടുത്തത്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വെക്കും, അടുത്ത വെനസ്ഡേ. അപ്പോഴേക്ക് റെഡി ആവണം. നോക്ക മിസ് പറഞ്ഞുതരാം. ദയാലു രാജകുമാർ എടുത്തോളൂ. गुजरात राज्य में राजा भीमदेव राज्य करते थे. उनका एक पुत्र था, उसका नाम मूलराज था. मूलराज बहुत दयालु और स्नेही बालक था. एक बार वर्षा न होने के कारण फसल नहीं उगी. चारों ओर अकाल पड़ गया. राजा के सिपाही जब लगान उगाहने पहुंचे तो किसान लगान न दे सके. कहां से देते? खेत सूखे पड़े थे, अन्न का दाना भी नहीं उगा था. पर सिपाहियों को इस बात से क्या लेना देना? वे मार पीट कर लगान उगाने लगे. कुछ लोगों को अपने गहने भी देने पड़े जो कुछ न दे सके. उन्हें बंदी बनाकर सिपाही राज दरबार में ले आए. आनमरिया, गुड मॉर्निंग. പേജ് നമ്പർ 56 മോളെ. പുതിയ ലെസൺ എടുക്കുകയാണ് നമ്മൾ ഇന്ന്. 55 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു.
നിങ്ങൾ 14 15 ലെസൺ നിങ്ങളെ എല്ലാവരും അയച്ചു തരാനുണ്ട്. നിങ്ങൾ വേഗം എഴുതി അയച്ചു തരിക. മിസ് അത് ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. ദയാലു രാജകുമാർ ലെസൺ ആണ് പറഞ്ഞത്. നോക്കുക. ഗുജറാത്ത് രാജ്യമേ രാജാ ഭീമദേവ് രാജ്യ करते थे. ഗുജറാത്ത് രാജ്യത്തിലെ രാജാവായ ഭീമദേവായിരുന്നു ഭരിച്ചിരുന്നത്. ഗുജറാത്ത് രാജ്യത്തിലെ ഉൻകാ ഏക് പുത്ര ഥാ ഉസ്കാ നാം മൂലരാജ്യ. ഇനി അദ്ദേഹത്തിന് ഈ ഭീമദേവ് എന്ന രാജാവിന് ഒരു പുത്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അവന്റെ പേരാണ് എന്ത്? മൂലരാജ്. ഗുജറാത്തിലെ രാജ്യം ഭരിച്ചിരുന്നത് രാജാവായ ഭീമദേവായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് മൂലരാജ്. മൂലരാജ് ബഹുത് ദയാലു ഔർ സ്നേഹി ബാലകത. ഈ മൂലരാജ് എന്ന് പറഞ്ഞ കുട്ടി വളരെ ദയാലു പിന്നെയോ സ്നേഹി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനും കൂടിയായിരുന്നു. ദയാലു എന്താണ്? പാവം അല്ലേ? മറ്റുള്ളവരുടെ ദയ തോന്നുന്ന ആളാണ് ദയാലു. ഏക് ബാർ വർഷ ന ഹോനെ കെ കാരൺ ഫസൽ നഹീം ഉഗി ചാരോമോർ അകാൽപ്പെടുകയ. ഒരു തവണ മഴയില്ലാത്തത് കാരണം അധികം വിളവുകള് കൃഷിക്കാർക്ക് ലഭിച്ചില്ല. മഴ കുറഞ്ഞത് കാരണം. ചാരോമോർ അകാൽപ്പെടുകയ. എല്ലായിടത്തും നാട്ടിൽ മുഴുവൻ ക്ഷാമം നേരിട്ടു. ക്ഷാമം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, പട്ടിണിയായി. രാജാ കെ സിപ്പാഹി ജബ് ലഗാൻ ഉഗാഹനെ പഹുഞ്ചെ തോ കിസാൻ ലഗാൻ ന ദേഖ് സകെ. അപ്പം ആ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഇവര് കൃഷി ചെയ്യുന്നതിന്റെ ഒരു കരം മീൻസ് ടാക്സ്, നികുതി ആർക്ക് കൊടുക്കണം? പൈസ ആയിട്ടോ അല്ലെങ്കിൽ വിളവുകളായിട്ടോ അല്ലെങ്കിൽ ധനം എന്തെങ്കിലും ഇത് ഒരു ഇത്ര ശതമാനം എന്താണ് കരം ടാക്സ് അടക്കണം ഇവിടെ രാജാവിന്റെ അടുത്ത് ഓരോ കൃഷിക്കാരനും. അപ്പൊ ഇവിടെ മഴയൊന്നും ലഭിച്ചില്ല, കൃഷിക്കാരന് വിളവ് ലഭിച്ചില്ല, കൃഷിക്കാരാകെ പട്ടിണിയിലാണ്. എങ്കിൽ കൂടിയും എന്ത് ചെയ്തു? ഈ രാജാവിന് ആർക്കും ഈ കരം അതായത് നികുതി കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. കഹാൻസി ദേത്തെ എവിടുന്ന് കൊടുക്കും? ഹേത്ത് സൂഖേ പടയത്തെ. വയലാണെങ്കിൽ ഉണങ്ങി വറ്റി വരണ്ടിരിക്കുകയാണ്. അന്നിക്ക ദാനാബി നെഹി മുഗാധ. അന്നിക്ക ദാന ധാന്യങ്ങളൊന്നും ഇതില്ല, മുളച്ചു വന്നില്ല, വിളവുകൾ കിട്ടിയില്ല. പർ സിപ്പാഹിയോക്ക് ഇസ് ബാത്ത് സേ ക്യാ ലേനാ ദേനാ. പക്ഷെ നമുക്ക് ഈ കാവൽക്കാർക്ക് അതായത് രാജാവിന്റെ സിപ്പാഹി പട്ടാളക്കാർക്ക് എന്ത് കൊടുക്കും? വേ മാർപിട്ടുകർ ലഗാൻ ഉഗാഹനയിലേക്ക്. അവര് ഈ നികുതി അടക്കാത്തവരെ അടിക്കാനൊക്കെ തുടങ്ങി. കുച്ച് ലോകോങ്കോ അപ്പിനെ ഗഹനെ ബി ദേനെ പടേ ജോ കുച്ച് ന ദേ സകെ. കുറച്ചു പേർ തന്റെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഊരി നൽകി. വേറൊന്നും കൊടുക്കാനില്ല. കുറച്ചു പേർക്ക് ഒന്നും കൊടുക്കാൻ തീരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉനെ ബന്ദി ബനാക്കർ സിപ്പാഹി രാജദർബാറിനെ ലേയായെ. അവരെ എന്ത് ചെയ്തു? ബന്ദിയാക്കിക്കൊണ്ട് അവരുടെ കൈക്ക് വിലങ്ങണിച്ചുകൊണ്ട് അവരെ ഇവരെന്ത് ചെയ്തു? രാജാവിന്റെ അടുത്ത് എത്തിച്ചു. ആരെ? ടാക്സ് അടക്കാത്തവരാ. കുറെ പേര് ആഭരണങ്ങൾ അതൊക്കെ കൊടുത്തു തൽക്കാലത്തേക്ക് കടം തീർന്നു. പക്ഷെ ബാക്കിയുള്ളവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? വിലങ്ങണിച്ചുകൊണ്ട് രാജാവിന്റെ അടുത്ത് എത്തിച്ചു. ദർബാർ ലഗാ ഹുവാ താ. ബാലക മൂലരാജ് ബി പിതാക്കെ പാസ് ഹി ബൈഠ. അപ്പൊ രാജസദസ്സിലെ രാജാവുണ്ട്. രാജാവിന്റെ അടുത്ത് ആരിയ്ക്കുന്നുണ്ടായിരുന്നു? തന്റെ പുത്രനായ മൂലരാജ് ഇരിക്കുന്നുണ്ടായിരുന്നു. ലഗാൻ ന ദേ പാനെ കി കഹാനി സുൻകർ രാജ ചുപ്പ് ഹോ ഗയെ. അപ്പോ ഈ കരം അടക്കാത്തവരുടെ കഥ, ഈ കരം അടക്കാത്ത, ലഗാൻ മീൻസ് കരം, നികുതി എന്ന് പറയും. ഈ കരം അടക്കാത്തവരുടെ കഥ രാജാവ് മിണ്ടാതെ കേട്ടു. കിസാൻ രോ രഹേത്തെ. കൃഷിക്കാര് കരയുകയായിരുന്നു ആ രാജസദസ്സിൽ വന്നിട്ട്. ഏക ദേക്കർ മൂലരാജിക്ക് ആംഖേം ബറായി. ഇത് കണ്ടപ്പോഴേ ആര് കരയാൻ തുടങ്ങി? ഭീമദേവിന്റെ പുത്രനായ മൂലരാജ്. ആ കുട്ടി ഈ കൃഷിക്കാര് വന്ന് കരഞ്ഞു പറഞ്ഞു കേട്ടപ്പോൾ ആ കുട്ടിയും കരയാൻ തുടങ്ങി. പർ വഹ് ചുപ്പ് രഹേ. അവനൊന്നും മിണ്ടിയില്ല. രാജാനെ കിസാനോക്കോ ചോട് ദിയാ പർ ലഗാൻ ശീഘ്ര ഭേജനേക്ക് ആദേശ് ഭി ദിയ. വീണ്ടും രാജാവ് കൃഷിക്കാരോട് പറഞ്ഞു, ഇപ്പൊ പോയിക്കോളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കരം അടക്കണം, നികുതി അടക്കണമെന്ന്, ടാക്സ് അടക്കണമെന്ന് പറഞ്ഞു. കുമാർ മൂലരാജിനെ സോച്ച ഏ ഗരീബ് ലഗാൻ കഹാം സെ ദേംഗെ. അപ്പൊ ഈ കുമാരനായ ഈ കുട്ടി, ഈ രാജാവിന്റെ പുത്രൻ എന്ത് ചെയ്തു? ചിന്തിക്കുക അവിടെ നിന്ന്. എന്താണ്? ഈ പാവപ്പെട്ടവര് എങ്ങനെയാണ് നികുതി അടക്കേണ്ടത്? മേം ഇൻകാ ലഗാൻ കൈസെ മാഫ് കർവാവും. എങ്ങനെയാണ് ഇവർക്ക്
നികുതി അടക്കാനാവുക? സോച്ചത്തെ സോച്ചത്തെ മൂലരാജ്യക്കോ ഏക ഉപായ സൂചികയാ. ചിന്തിച്ച് അവൻ അവസാനം ഒരു ഉപായം കണ്ടെത്തി, ഒരു വഴി കണ്ടെത്തി. എന്താ വഴി? ഗുഡ്സവാരി സീഗ്രഹത്തെ. ആ സമയത്ത് അവന് കുതിര സവാരി നന്നായിട്ട് അറിയാമായിരുന്നു. ആർക്ക്? ഈ മൂലരാജ് എന്ന് പറഞ്ഞ കുട്ടിക്ക്. കുമാറിനെ സോച്ച मैं सबसे अच्छा घुड़सवार बन जाऊंगा तो पिताजी प्रसन्न हो जाएगा. അപ്പൊ ഈ കുമാരൻ അതായത് ഈ കുട്ടി ബാലകൻ എന്താ ചിന്തിച്ചത്? ഞാൻ നല്ല കുതിര സവാരി ചെയ്താലേ അച്ഛനത് നല്ലോണം സന്തോഷാവും, ഹാപ്പി ആവും എന്ന് വിചാരിച്ചു. वे मुझे इनाम देना चाहेंगे तो मैं किसानों को लगान माफ करने की बात कहूंगा. അപ്പൊ ഞാൻ ഈ കുതിര സവാരി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം അച്ഛൻ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സമ്മാനം തന്നിരിക്കും. ആ സമ്മാനം ഞാൻ ആർക്കും നൽകും? ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് നൽകിയിട്ട് കരമടക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ആ കുട്ടി ചിന്തിച്ചു. യഹി സോച്ച്കർ കുമാർ ദത്തജിത്ത് ഹോക്കർ घुड़सवारी और घोड़े की पीठ पर കലാഭാജിയാം സീഖ്നെ ലഗെ. അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും, കുതിര സവാരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ച് റെഡിയായി നിന്നു. എന്നിട്ടോ നിയത് ദിൻ ഭർ ദർബാർ ലഗ മൈതാൻ മേ घुड़सवारी का प्रदर्शन शुरू हुआ. അതായത് അവിടെ ഈ കുതിര സവാരിക്കായത് ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിന് പങ്കെടുക്കാനാണ് ഇവൻ റെഡി ആയിട്ട് നിന്നത്. എന്നാലും സമ്മാനം കിട്ടിക്കഴിഞ്ഞാല് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള രാജസഹസ അവിടെ ആരംഭിച്ചു. മൈതാൻ മേ घुड़सवारी का प्रदर्शन शुरू हुआ. കുതിര സവാരിക്കുള്ള എല്ലാവരും അവിടെ മൈതാനത്തിൽ റെഡി ആയിട്ട് നിന്നു. രാജകുമാർ ഔർ അന്യ സബിനെ കലാ പ്രദർശൻ കർണാഥ. രാജകുമാരനും മറ്റുള്ളവരൊക്കെ ഇതിന് റെഡി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. എവിടെ? ഗ്രൗണ്ടില്. സബി ഏക് ഏക് കാർ घुड़सवारी का प्रदर्शन करने गए. കുമാർ മൂലരാജ് ने घुड़सवारी का सबसे अच्छा प्रदर्शन किया. അപ്പോ ഈ മൂലരാജ് എന്ന കുട്ടി എന്ത് ചെയ്യണേ? ഈ കുതിര സവാരിയെ കുറിച്ച് നല്ലൊരു കാഴ്ച എല്ലാവരും കാണിച്ചു കൊടുത്തു. രാജാ പ്രസന്ന ഹോടെ. രാജാവിന് സന്തോഷായി. ബോലെ കുമാർ ഹം തുംസെ ബഹുത് പ്രസന്ന ഹെ കഹോ ഇനാം സെ ക്യാ ചാഹേ. മോനെ, എനിക്ക് സന്തോഷായി, നീ നല്ല കാര്യമാണ് എന്ന് ചെയ്തത്. എനിക്ക് എന്താണ് എന്റെ വകയായിട്ട് സമ്മാനം എനിക്ക് തരേണ്ടതെന്ന് ചോദിച്ചു. ആര്? രാജാവ് തന്റെ മകനോട്. അപ്പൊ എന്താ പറഞ്ഞത്? രാജൻ ജോ മാംഗൂങ്ക ക്യാ ആപ്പ് മുझे देंगे. മൂലരാജിനെ വിനമ്രതാപൂർവക പൂജ. അപ്പൊ മകൻ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, അച്ചാവനെ വിളിക്കുക, അച്ഛാ എനിക്ക് അത് വാങ്ങി തന്നേന്ന് പറയോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ പറയണം എന്താണ്? ജോ മാംഗൂങ്ക ക്യാ ആപ്പ് മുझे देंगे. ഞാൻ എന്താ ആവശ്യപ്പെട്ടാലും അങ്ങ് തരുമല്ലോ. അവശ്യം, തീർച്ചയായും. हर वर्ष प्रथम आने वाले घुड़सवार को मोहमांगा इनाम दिया जाता है, राजा ने कहा. ഓരോ വർഷവും ഞാൻ ഇവിടെ ഈ കുതിര സവാരിക്ക് വേണ്ടി ഫസ്റ്റ് കിട്ടുന്നവർക്ക് നല്ല ഇനാം മീൻസ് സമ്മാനം നൽകിയിരുന്നു. अन्नदाता तो गरीब किसानों को इस बार लगान माफ कर दीजिए और बंदी किसानों को छोड़ दिए. രാജകുമാർ ഹാത്ത് ചോടുക്കർ പോലെ. എന്താണ് അന്നേരം മറുപടി ആയിട്ട് ഈ മകൻ പറഞ്ഞെന്നറിയോ? രാജാവേ, ഈ പാവപ്പെട്ട കൃഷിക്കാരെ എന്ത് ചെയ്യണം? അവരോട് ക്ഷമിക്കണം. അവരുടെ ടാക്സ് നികുതി അവർക്ക് അടക്കാനാവില്ല. അതുകൊണ്ട് അവരെ അത് തുറുങ്കിൽ അടച്ചവരെയും തടവിലാക്കിയവരെയും കൃഷിക്കാരെയും നിങ്ങൾ ഇവിടുന്ന് തിരിച്ചയക്കണം, അവരെ തുറന്നു വിടണം. ഇതാണ് എനിക്ക് ചെയ്യേണ്ട. എനിക്ക് എന്തും ചെയ്തുതരാന്ന് പറഞ്ഞല്ലോ, എന്ത് സമ്മാനവും പറഞ്ഞാൽ തരുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ചെയ്യേണ്ടത് ആ പാവപ്പെട്ട കൃഷിക്കാരുടെ ടാക്സ് ഒഴിവാക്കുകയും ഇവിടെ തുറുങ്കിൽ അടച്ചിരിക്കുന്നവരെ തടവിലാക്കിയവരെ തുറന്നു വിടുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് ആ മകൻ പറഞ്ഞു. ശരി. പിന്നെന്താണ്? രാജാനി ഉൻകി പ്രാർത്ഥന സ്വീകാർ കർലി. അവൻ പറഞ്ഞ കാര്യം ആര് സ്വീകരിച്ചു? രാജാവ്. ഹാ മഹാരാജ്, സിപ്പാഹിയോं से कहे कि अकाल पड़ने पर लगान न उगा है, बेचारे गरीब कहां से धन देंगे. രാജകുമാർ മൂലരാജിനെ സിർ ജുഗാകർ കഹ. എന്നിട്ട് രാജാവ് ചോദിച്ചു, ഇത്രേ വേണ്ടോ, നിനക്ക് വേറൊന്നും വേണ്ടേ, ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ എന്താ രാജാവിനോട് മകൻ വീണ്ടും പറഞ്ഞത്? അല്ലയോ രാജാവേ, അവർക്ക് ഈ സിപ്പാഹിമാരുടെ, അതായത് കാവൽക്കാരോട് പറയണം, നിങ്ങൾ എന്താണ് ക്ഷാമം, എന്തെങ്കിലും ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ, പട്ടിണിയിലാണെങ്കിൽ നികുതി അടക്കേണ്ട എന്നൊരു കാര്യം അതൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവർക്ക് നല്ലതല്ലേ കർഷകർക്ക്?
അതായത് ക്ഷാമം വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യമുള്ള സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്ത് നികുതി അടയ്ക്കേണ്ട ആ പാവങ്ങൾ എവിടുന്നാണ് പണം ഉണ്ടാക്കി തരേണ്ടത്? ആ പാവങ്ങൾക്ക് കൃഷി ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് കൃഷി മഴയില്ലാത്തതുകൊണ്ട് കൃഷിയില്ല. അപ്പൊ ആ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ധനം നൽകേണ്ടത്, പണം നൽകേണ്ടത്? രാജാ മൂൽരാജ് കി ദയാ ഭാവന സെ പ്രസന്ന ബഹുത് ഹുയെ. രാജാവ് ഈ മൂലരാജ് തന്റെ മകന്റെ ദയ കേട്ടപ്പോഴേ സന്തോഷം തോന്നി. ഉനോനെ ഉസേ ഗലേ ലഗായ. അദ്ദേഹം അവനെ ആലിംഗനം ചെയ്തു. തുരന്ത് ഖൈദി ചോട് ദിയേ ഗയേ ഔർ ആജ്ഞ ദി ഗയി കി ഫസൽ ന ഉഗ്നെ പർ കിസാനോ സെ ലഗാൻ ന ലിയാ ജായേ. പെട്ടെന്ന് തന്നെ തടവിലുണ്ടായിരുന്ന കൃഷിക്കാരെ ഒക്കെ തുറന്നു വിടുകയും ആജ്ഞ നൽകുകയും ചെയ്തു രാജാവ്. എന്താ പറഞ്ഞത്? വിളവ് ലഭിക്കാത്ത പക്ഷം ഒരാളും ടാക്സ് നികുതി അടക്കേണ്ടതില്ല, കരം ചുമത്തേണ്ടതില്ല, ആരും ഇവിടെ അടക്കേണ്ട എന്നൊരു കാര്യം കൂടി രാജാവ് പറഞ്ഞു. പിന്നെ മൈതാൻ മേ ഖടി ജനത കുമാർ മൂൽരാജ് കി ജയ് ജയ് കർണാലേകി. ഇത് കേട്ടപ്പോഴേ ആ ഗ്രൗണ്ടിന് ചുറ്റുമുണ്ടായിരുന്ന ജനങ്ങളൊക്കെ രാജാവിന്റെ മകനായ മൂലരാജിനെ ജയ് ജയ് എന്ന് വിളിക്കാൻ തുടങ്ങി, എല്ലാവരും സന്തോഷം കൊണ്ട്. മനസ്സിലായോ ആ പാഠം? കഥയാണ്, സിമ്പിളാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായനോ ഇല്ലയോ? മനസ്സിലായിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ നിങ്ങള്. മിസ് മനസ്സിലായി. മനസ്സിലായിട്ടുണ്ട്. ആൻമരിയ ക്ലിയർ ആയോ മോളെ? യെസ്. ഫെയ്ത്തിനോ കഥ മനസ്സിലായിട്ടുണ്ടോ? ഫെയ്ത്തിന് പകുതി ഭാഗം ഒരു കണ്ണ് മാത്രമേ മിസ്സിന് കാണുന്നുള്ളൂ. ഫെയ്ത്ത് ഒന്ന് നേരിരുന്നേ. ഓക്കെ, മനസ്സിലായോ മോനെ ലെസൺ? ഓക്കെ, ഒന്ന് വായിച്ചേ. ആൻമരി ഒന്ന് ഫസ്റ്റ് വായിച്ചു കൊടുത്ത മോളെ. गुजरात राज्य में राजा भीमदेव राज करते थे। उनका एक पुत्र था, उसका नाम मूलराज था। मूलराज बहुत दयालु और स्नेही बालक था। एक बार वर्षा न होने के कारण फसल नहीं उगी। वर्षा न होने के कारण फसल नहीं उगी। चारों ओर अकाल पड़ गया। अकाल पड़ गया। राजा के सिपाही जब लगान उगाहने पहुंचे तो किसान लगान न दे सके। कहाँ से देते? खेत सूखे पड़े थे, अन्न का दाना भी नहीं उगा था। पर सिपाहियों को इस बात से क्या लेना देना? वे मार पीटकर लगान उगाहने लगे। कुछ लोगों को अपने गहने भी देने पड़े, जो कुछ न दे सके। उन्हें बंदी बनाकर सिपाही राज दरबार में ले आए। दरबार लगा हुआ था। बालक मूलराज भी पिता के पास ही बैठा था। लगान न दे पाने की कहानी सुनकर राजा चुप हो गए। किसान रो रहे थे। यह देखकर मूलराज की आंखें पर आई, पर वह चुप रहे। राजा ने किसानों को छोड़ दिया, पर लगान शीघ्र भेजने का आदेश भी दिया। ഇതില് ദിയ ഇപ്പൊ ക്ലാസ്സിൽ ഉണ്ടാവില്ല? എല്ലാ ക്ലാസ്സിലും എങ്ങനെയാണ്? ദിയ ആബ്സെന്റ് ആണോ? എന്ത് പറ്റിയെന്ന് അറിയോ? ഇന്നലെ കേറിയായിരുന്നു, ഇന്ന് രാവിലത്തെ ക്ലാസ് മുതൽ കേറി. എന്താണ് ആൻമരി എന്താ പറഞ്ഞത്?
ഇടയ്ക്ക് കയറി അവൾക്ക് നെറ്റ് ഇല്ലെന്നാ പറയുന്നത്. അതെയോ? ദിയ മറ്റേ ശ്രേയബിന് നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും അല്ലേ? ദിയ മുമ്പൊക്കെ ഉണ്ടാവുന്നല്ലോ, ഇപ്പൊ ആണല്ലോ ഇല്ലാത്ത. ഫെയ്ത്ത് അതിന് ബാക്കി വായിച്ച മോനെ. ഫെയ്ത്ത് ആൻമരിയ വായിച്ചതിന്റെ ബാക്കി വായിച്ചേ. സെക്കൻഡ് പാരഗ്രാഫ്. दरबार लगा हुआ था ഏതാ വായിക്കുന്ന മോനെ? ഉറക്കെ വായിച്ച് കേൾക്കുന്നില്ലല്ലോ. दरबार लगा हुआ था बालक കേൾക്കുന്നില്ല മോനെ. മിസ് ഏത് വായിച്ചതാ മിസ്? ഏതാ വായിക്കുന്നത്? സെക്കൻഡ് പാരഗ്രാഫിൽ പകുതിയോളം അവള് വായിച്ചു ആൻമരിയ. രാജാന്റെ കിസാനോക്കോ ചോട് ദിയാ पर അതല്ലേ വായിക്കേണ്ടത്? പേജ് നമ്പർ 56 ആ പിക്ചറിന് തൊട്ട് മുകളില് किसान रहे दे यह എന്തേ? എന്താ മിസ്? മിസ് സോച്ചിത്തെ തൊട്ടല്ലേ? എനിക്ക് ഫെയ്ത്ത് വായിക്കുന്ന ക്ലിയർ ആയി കേൾക്കുന്നില്ല. മിസ് മേം ഇൻക ലഗാൻ തൊട്ട്. मैम इल्खा लगना कौसे माफ करवाओ सेजते मूलराज को एक उपाय सूझ गया में वे उन दोनों घुड़सवारी सीख रहे थे. कुमार ने सोचा मैं सबसे अच्छा घुड़सवार बन जाऊंगा. दो पिताजी प्रेम हो जाएंगे वे मुझे जन्म देन चाहेंगे तो मैं किसनों का लगान माफ करने की. ബാക്കി ഷോൺ വായിച്ചു മോനെ. ഫെയ്ത്ത് വായിക്കുന്ന ക്ലിയർ ആവുന്നേ ഇല്ല. ഷോൺ വായിച്ചതിന്റെ ബാക്കി. ഫെയ്ത്ത് ഓക്കെ, ബാക്കി ഷോൺ വായിക്കട്ടെ. यही सोचकर कुमार दत्तचित होकर घुड़सवारी और दौड़े की पीठ पर कलाबाजियों सीखने लगे. नियत दिन पर दरबार लगा. मैदान में घुड़सवारी का प्रदर्शन शुरू हुआ. राजकुमार और अन्य सबने कला का प्रदर्शन करना था. सब
एक 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 कर घुड़सवारी का प्रदर्शन करने लगे गले कुमार അത് कुमार കർണേ ലഗേന്നാ വേണ്ടത്. ഗലേന്ന് അവിടെ കൊടുത്താണ് കേട്ടോ, മാറിപ്പോയെന്ന അക്ഷരം. കർണേ ലഗേന്നാ വേണ്ടത്. ഗല പറഞ്ഞ നമ്മളെ കഴുത്തല്ലേ. करने लगे कुमार मूलराज ने घुड़सवारी का सबसे अच्छा प्रदर्शन किया। राजा प्रसन्न हो उठे बोले कुमार हम तुमसे बहुत प्रसन्न हैं। कहो इनाम में क्या चाहिए? राजन जो मांगूंगा क्या आप मुझे देंगे? मूलराज ने विनम्रता पूर्वक पूछा। अवश्य हर वर्ष प्रथम आने वाले घुड़सवार को मुँह मांगा इनाम दिया जाता है। राजा ने कहा अन्नदाता तो गरीब किसानों का इस बार लगान माफ कर दीजिए और बंदी किसानों को छोड़ दीजिए। राजकुमार हाथ जोड़कर बोले ठीक है। और कुछ राजा ने उनकी प्रदर्शन प्रार्थना स्वीकार कर ली। हम महाराज सिपाहियों में कहिए कि अकाल पड़ने पर अगान न उगाए। बेचारे गरीब कहाँ से धन देते। राजकुमार मूलराज ने सिर झुकाकर कहा राजा मूलराज की दया मावना से बहुत प्रसन्न हुए। उन्होंने उसे गले से लगाया। तुरंत
तुरंत कैदी तुरंत कैदी छोड़ दिए तुरंत ना പെട്ടെന്ന് कैदी अचानक कैदी छोड़ दिए गए और आज आज्ञा दी गई कि फसल न उगने पर किसानों से लगान न लिया जाए मैदान में गाड़ी जनता कुमार मूलराज की जयकर करने लगी ഓക്കെ വെരി ഗുഡ് കുറച്ചും കൂടി വായിക്കണം മോനെ ടെക്സ്റ്റ് കുറച്ചും കൂടി സമയം കണ്ടെത്തി വായിക്കണേ വീട്ടിന്ന് എല്ലാവരും 7ാം ക്ലാസ്സിലെ എല്ലാവരും fill in the blanks എഴുതാം മിസ് എന്താണ് fill in the blanks എന്താണ് മനസ്സിലാവുന്നില്ല മിസ്സിനൊന്നും fill in the blanks പറഞ്ഞുതരാം അതിന്റെ വർക്കുകളല്ലേ ഇനി പറയേണ്ടത് ഞാൻ കണ്ടുപിടിച്ചു എന്നാ ഓക്കെ പേജ് നമ്പർ 58 എടുത്തേ സെക്കൻഡ് ലൈനിലുണ്ട് വേർഡ് മീനിങ് കുറച്ചുണ്ട് നിങ്ങൾ നോക്കിയിട്ട് എഴുതില്ലേ അത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് നിങ്ങൾ നോക്കി എഴുതും ദയാലു കൈൻഡ് അങ്ങനെ എഴുതി വെക്കുക നീറ്റായിട്ട് എഴുതണം വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോട്ടിൽ തന്നെ ഉണ്ടാവണേ निम्नलिखित प्रश्नों के उत्तर लिखिए आंसर द फॉलोइंग क्वेश्चंस രാജാ ലഗാൻ ക്യോ വസൂൽ കർത്തെ थे എങ്ങനെയായിരുന്നു രാജാവ് ടാക്സ് അവരുടെ വാങ്ങിയിരുന്നത് മിസ് കൃഷിപ്പണി എടുത്തത് കിട്ടുന്ന കൃഷിക്കാരോട് രാജാവ് എങ്ങനെയാണ് ഉള്ളവരോട് പൈസ അത് കരം വാങ്ങി വെക്കും ബാക്കിയുള്ളവരെ തുറുങ്കിലാക്കുന്നു അല്ലേ लगान न देने पर किसान के साथ क्या व्यवहार किया है ഇനി അഥവാ ആരെങ്കിലും ടാക്സ് അടച്ചില്ല എങ്കിൽ അവരോട് എങ്ങനെയാണ് രാജാവ് പെരുമാറിയിരുന്നത് അവരെ അടിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ അടി കൊടുത്തിട്ട് പിന്നെ അതുപോലെ തടവിലാക്കിയിട്ട് അല്ലേ കിസാൻ ലഗാൻ ക്യോം नहीं दे पा रहे थे കൃഷിക്കാർ എന്തുകൊണ്ടാണ് കരം ടാക്സ് അടക്കാതിരുന്ന കാരണം എന്തായിരുന്നു മഴ പെയ്യാത്തതുകൊണ്ട് അവരുടെ കൃഷിയിടം വറ്റി ഉണങ്ങിപ്പോയി മഴ പെയ്യാത്ത കാരണം അവർക്ക് എന്ത് കിട്ടിയില്ല വാട്ടർ മഴ പെയ്യാത്ത കാരണം അവർക്ക് വിളവ് ലഭിച്ചില്ല അല്ലെ കൃഷി ചെയ്യാൻ പറ്റിയില്ല ബാലക് മൂലരാജിക്ക് ആങ്കോമേ ആംസു ക്യോം ആകെ എന്തിനാണ് ആ കുട്ടി മൂലരാജ് തന്റെ കണ്ണില് വെള്ളം നിറഞ്ഞു കണ്ണുനീർ നിറഞ്ഞു എന്ന് പറഞ്ഞു അത് എന്തിനായിരുന്നു കൃഷിക്കാരുടെ സങ്കടകരമെന്ന് പറഞ്ഞപ്പോൾ അല്ലെ പട്ടിണിയാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ മകൻ കരഞ്ഞത് അതിന്റെ ആൻസർ മിസ് അയച്ചുതരാം കേട്ടോ ഇനി fill in the blanks ഖാലി സ്ഥാൻ ഭരിയെ മൂലരാജ് ബഹുത് ദയാലു ഔർ ഡേഷ് ബാലക് ഥ എന്താണ് അതിന്റെ ആൻസർ സെക്കൻഡ് ലൈനിലുണ്ട് സെക്കൻഡ് ലൈനിലുണ്ട് എന്താണ് അതിന്റെ ആൻസർ വരുവാ സ്നേഹി അല്ലേ ഒരു വേർഡ് അല്ലേ സ്നേഹി മൂലരാജ് ബഹുത് ദയാലു ഔർ സ്നേഹി ബാലക് ഥ സ്നേഹി എന്നാണ് അവിടെ ചേർക്കേണ്ടത് സെക്കൻഡ് വൺ लगान न देने पाने की कहानी डैश राजा चुप हो गए सुनकर वेरी गुड सुनकर लगान न देने पाने की कहानी सुनकर राजा चुप हो गए डैश मूलराज की दया भावना से बहुत प्रसन्न हुए രാജാവ് മൂലരാജാവിന്റെ ദയ കണ്ടപ്പോൾ സന്തോഷവാനായി അപ്പൊ രാജ എന്നാണ് അവിടെ ചേർക്കേണ്ടത് രാജ മൂലരാജ് की दया भावना से बहुत प्रसन्न हुए फोर्थ मैदान में खड़ी जनता कुमार मूलराज की डैश करने लगी
മൈതാനത്തിൽ മൂലരാജനെ വിളിച്ചിരുന്നത് ജയ് ജയ് വിളിച്ചിരുന്നു അല്ലെ? ജയ് ജയകാർ, ജയ് ജയകാർ കർണയിലേക്ക് ജയ് ജയകാർ എന്നാണ് അവിടെ എഴുതേണ്ടത്. ആ ഫിൽ ദ ബ്ലാങ്ക്സ് എല്ലാം മനസ്സിലായോ? ഖാലിസ്ഥാൻ ബരിയെ 4 മനസ്സിലായോ? थर्ड है अपने शब्दों में बालक मूलराज की दया और कार्य के विषय में 8 पंक्तियां लिखिए. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം നിങ്ങളുടെ ഭാഷയിൽ. എങ്ങനെ? ടെക്സ്റ്റ് നോക്കുക. അതായത് ആ കുട്ടിയായ മൂലരാജാവിന്റെ ദയയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെ കുറിച്ച് 8 സെന്റൻസ്, 8, 5, 6, 7, 8, 5-ൽ കൂടുതൽ, ഏറ്റവും കുറഞ്ഞ 5 സെന്റൻസ് അങ്ങ് ഉണ്ടാവണം. ടെക്സ്റ്റ് പാഠഭാഗം വായിച്ച് സ്വന്തമായിട്ട് എഴുതി നോക്ക്. അത് സ്വന്തമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പേരുണ്ടെങ്കിൽ 3 വിധത്തിലായിരിക്കും എഴുതുക, ഒരേപോലെ ആവില്ല. ഷോണിന്റെ മനസ്സിൽ അത് മൂലദേവിനെ കുറിച്ച് എങ്ങനെയായിരുന്നു അതാവണമെന്നില്ല ഫെയ്ത്തിന്റെ മനസ്സിൽ അല്ലെ. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് 3 ആളുടെ രീതിയിൽ എഴുതുക. ആ ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ ഒന്ന് എഴുതി അയക്കണേ. ക്വസ്റ്റ്യൻ ആൻസറിന്റെ താഴെ തന്നെ ഇതും കൂടി എഴുതി അയക്കണം. കേട്ടല്ലോ? दिए गए शब्दों के पर्यायवाची शब्द लिखो. പര്യായവാചി ശബ്ദങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദയ, കരുണ, ദയാലുത അങ്ങനെ എഴുതാനുണ്ട്. ഏതൊക്കെ? നിർദയത, കിസാൻ, രാജ, ബാലക്. 5 ഉണ്ട് പര്യായവാചി എഴുതാൻ വേണ്ടിട്ട്. അത് ഞാൻ അതിലേക്ക് അയച്ചു തരാം. പിന്നെ വരുന്നത് എന്താണ്? നീച്ചെ ദിയെ ഗയെ ശബ്ദം സെ അലഗ് അലഗ് വാക്കിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദം ഉപയോഗിച്ച് വെവ്വേറെ സെന്റൻസ് വാക്യത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിട്ട്. ദയ, ദയാലു, ദയാവശ്, ദയനീയ. ദയ ചേർത്ത് വരുന്ന വാക്കുകളാണ് ആ 4 അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സെന്റൻസ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. ദയ, ദയാലു, ദയാവശ്, ദയനീയ. ആവോ നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ? കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അവിടെ നിന്ന് നോക്കിയിട്ട് എഴുത്. ബാക്കി ഞാൻ എഴുതിട്ട് തന്നെ അയച്ചുതരാം, ഗ്രൂപ്പിൽ അയച്ചുതരാം കേട്ടോ. അപ്പോ അത്ര വരെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നെക്സ്റ്റ് ഇനി അടുത്ത വെനസ്ഡേ ഒരു എക്സാം അന്നേ പറഞ്ഞത് അടുത്ത ദിവസം എന്തായാലും ഉണ്ട്, അന്ന് മാറ്റി വെക്കില്ല കേട്ടോ. പിന്നെ ഇന്നെടുത്ത ലെസൺ എല്ലാവരും ഒന്ന് 2-3 പ്രാവശ്യം വായിക്കണം. പാഠഭാഗം നന്നായിട്ട് വായിക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് എല്ലാം മനസ്സിലാവുള്ളൂ. കേട്ടല്ലോ? പാഠഭാഗം അതായത് ഏത് വിഷയമായാലും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. നിങ്ങൾ സമയം കണ്ടെത്തി വായിക്കുക. ഇനി അടുത്ത എക്സാമിന് തലേന്ന് പഠിക്കുന്ന ഒരു അവസ്ഥ വരരുത്. അതിന് മുന്നേ എല്ലാം റെഡിയാക്കി വെക്കുക. ഓക്കെ? എല്ലാവരും വായിക്കണേ അവിടെ ഇരുന്നിട്ട്. അതിന്റെ അതുപോലെ 2 പാഠത്തിന്റെ നിങ്ങൾ അയച്ചു തരാറുണ്ട്. 14-15 ലെസൺ ഉണ്ടത് നിങ്ങൾ എനിക്ക് അയച്ചു തരാറുണ്ട്. അത് നിങ്ങൾ എനിക്ക് അയച്ചു തരിക. ഏത് ലെസൺ നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്? 12ാമത്തെ ലെസൺ ആണ് എക്സാം അല്ലേ? ധ്വജഗീതത്തിനുള്ള എക്സാം ഉണ്ട് അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് റെഡി ആയിട്ട് വരണേ. ഓക്കെ, ബൈ. നല്ല മക്കളായിട്ട് അവിടെ നിന്ന് എല്ലാ വർക്കുകളും എഴുതി അയച്ചു തരണേ. വീണ്ടും വിളിച്ചു ചോദിക്കാൻ ഇടവരുത്തത്. ഓക്കെ, ബൈ, സീ യു.